നമസ്കാരം. ബഹുജൻ സമാജ്വാദി പാർട്ടി INDA എന്ന പ്രതിപക്ഷ മുന്നണിയിലേക്ക് വരുന്നത് പരിഗണിക്കണമെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മായാവതിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണം എന്ന നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മായാവതിയുടെ അടുത്ത അനുയായി കൂടിയായ മലൂക് നഗർ. INDA ചേരുന്നത് BSP ഗൗരവമായി തന്നെ പരിഗണിക്കണമെന്ന് UPയിലെ കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് മായാവതിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഉണ്ടാവുന്നത്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും BSP MLA-മാരെ പാവ കളിപ്പിച്ചതിന് കോൺഗ്രസ് മാപ്പ് പറയണമെന്ന ആവശ്യം കൂടി BSPയുടെ MP-യും മായാവതിയുടെ അടുത്ത അനുയായിയുമായ മലൂക് നഗർ മുന്നോട്ട് വെക്കുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ്, ദളിത് മുഖം മായാവതിയാണ് എന്ന കാര്യം കോൺഗ്രസ് ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുകൂടി അവർ പറയുന്നു. മായാവതിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയില്ല എങ്കിൽ മോദിക്കെതിരെ ഒരു സഖ്യത്തിനും തങ്ങൾ തയ്യാറല്ല എന്ന നിലപാട് കൂടി BSP പറയുന്നുണ്ട്. നമുക്കറിയാം 2022 ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 41.3% വോട്ടുകൾ സമാഹരിച്ചിരുന്നു. INDA ബ്ലോക്കിലെ പാർട്ടികൾ, അതായത് ഈ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഉൾപ്പെടെ 40% വോട്ട് നേടിയപ്പോൾ ഉത്തർപ്രദേശിൽ BSPയുടെ വോട്ട് വിഹിതം 13%. എന്തായാലും BSP കൂടി സഖ്യത്തിലൊപ്പം ചേർന്നാൽ വോട്ട് ശതമാനം 50% മുകളിലാക്കാം എന്നുള്ള ഒരു കണക്ക് കൂടി മായാവതിയുടെ ഭാഗത്ത് നിന്നും വരുന്നുണ്ട്. INDA BSPയെ ഒപ്പം കൂട്ടാൻ കോൺഗ്രസ് എപ്പോഴും തയ്യാറാണ്. പക്ഷേ മറ്റ് സഖ്യകക്ഷികൾ, പ്രത്യേകിച്ചും അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും ജയന്ത് ചൗധരിയുടെ രാഷ്ട്രീയ ലോക്ദളും BSPയുമായി ഒരിക്കലും കൈകോർക്കാൻ തയ്യാറല്ല. ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി NDA തീർച്ചയായും രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ BSPയെ അല്ലെങ്കിൽ മായാവതിയെ NDAയ്ക്കൊപ്പം നിർത്താം, മോദിക്കൊപ്പം നിർത്താം എന്നുള്ള കണക്കുകൂട്ടൽ കൂടി അവർക്കുണ്ട്. അങ്ങനെ ഒരു ഉപയോഗപ്പെടുത്തൽ ഉണ്ടായാൽ തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണിക്ക് ലഭിക്കാൻ പോകുന്ന വിജയം ചെറുതായിരിക്കില്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.